കാണുന്നില്ലേ നിങ്ങൾ ഈ മനുഷ്യനെ? പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് ആ പുഞ്ചിരി കാണുന്നുണ്ടല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് പുഞ്ചിരിക്കുന്നത്? കൊലപാതക കുറ്റത്തിനാണ് അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്നിട്ടും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിന്ന് 10 വട്ടം സല്യൂട്ട് അടിക്കണം. അതെ, പെൺകുട്ടികളുള്ള അച്ഛനമ്മമാര് എഴുന്നേറ്റ് നിന്നിട്ട് 10 വട്ടം സല്യൂട്ട് അടിക്കണം. 10 വയസ്സായ തന്റെ പിഞ്ചോമനയെ, ഒഡീഷയിലാണ് സംഭവം, ഉത്തരേന്ത്യയിൽ 10 വയസ്സായ തന്റെ പിഞ്ചോമനയെ ലൈംഗികമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ച ഒരു നായിന്റെ മോന, അത് കണ്ടുകൊണ്ട് വന്ന ആ മനുഷ്യൻ കല്ലുകൊണ്ട് അവന്റെ തലച്ചോറ് അടിച്ചു പൊട്ടിച്ച് അങ്ങ് കൊന്നു. എന്നിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയിട്ട് പോലീസുകാരോട് പറഞ്ഞു, എന്റെ മോളെ നശിപ്പിക്കാൻ നോക്കിയ, എന്റെ 10 വയസ്സായ എന്റെ പൊന്നു മോളെ നശിപ്പിക്കാൻ നോക്കിയ അവന്റെ തലച്ചോറ് ഞാൻ പൊട്ടിച്ച്, അവൻ ചത്തു. അതാണ് ആ പുഞ്ചിരിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഉത്തരേന്ത്യയിലൊക്കെ ഇത് സർവ്വസാധാരണമാണ്. പിഞ്ചു കുട്ടികളെ ഉപദ്രവിക്കുന്നത് സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് യുപിയിൽ, ഉത്തർപ്രദേശിൽ, അതായത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ സർവ്വസാധാരണമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് കൂടിയ സ്ഥലം ഉത്തർപ്രദേശാണ്. ഒരു ദിവസം പോലുമില്ല ബലാത്സംഗമില്ലാത്തൊരു കേസ് അവിടെ. കാരണം ഇത് ഇന്ത്യയാണ്, ഉത്തരേന്ത്യയാണ്. പിഞ്ചു മക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പിഞ്ചു മക്കളെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്റെ 9 വയസ്സായ മോളെ ഒന്ന് റോട്ടിൽ തൊട്ടടുത്ത കടയിൽ വിടാൻ പോലും പേടിയാണ്. പേടിക്കുന്നത് എന്താണെന്നറിയോ? ചെറിയ കുട്ടികൾ തൊട്ട് 75 വയസ്സായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിവില്ലാത്ത അപ്പുപ്പന്മാര് വരെ ചെറിയ മക്കളെ നോക്കുന്ന നോട്ടം അങ്ങനത്തെ നോട്ടാണ്. ആ, കാമം പിടിച്ച നോട്ടാണ്. സത്യമാണ്, പേടിയാണ്. ഇനി ഞാൻ മാത്രമല്ല, പെൺകുട്ടികളുള്ള ഓരോ അച്ഛനമ്മമാർക്കും പേടിയാണ്. നമ്മുടെ മക്കളെയൊക്കെ പുറത്തുനിന്ന് വിടാൻ എന്തോരം പേടിയെന്നറിയോ? ചെറിയ കുട്ടികളാ. ആ, ഇനിത്തെ നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് ആണെങ്കിൽ നമുക്ക് അവരുടെ കൂടെ വിടാൻ തന്നെ ഭയങ്കര പേടിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഒരാളെ വിശ്വസിച്ച് നമ്മുടെ മക്കളെ വിടാൻ പറ്റില്ല. നമ്മുടെ സംരക്ഷണത്തിലല്ലാതെ നമ്മുടെ മക്കളെ മറ്റൊരാളുടെ സംരക്ഷണത്തിൽ വിടാൻ പറ്റാത്തൊരു കാലമായിട്ട് മാറിയിരിക്കുക. ആ അച്ഛൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ആ മകളെ അവൻ കൊല്ലില്ലേ? എന്നിട്ട് കൊന്നിട്ട് എവിടെയെങ്കിലും കുഴിച്ചു മൂടിക്കഴിഞ്ഞാൽ അറിയോ? വല്ലാത്തൊരു ഇത് തന്നെ അല്ലെ? ഒന്നാലോചിച്ച് നോക്കുക. ആ മനുഷ്യന്റെ കണ്ണിൽ കണ്ടുകൊണ്ടല്ലേ അവനെ കൊന്നത്. അവനെ കൊല്ലുകയല്ലേ വേണ്ടത്? കൊല്ലണം, വെട്ടി വെട്ടിയാണ് കൊല്ലേണ്ടത്. ഇവനെ പോലുള്ളവന്മാരെ, പിഞ്ചു കുട്ടികളെ ഉപദ്രവിക്കുന്ന ഇവനെയൊക്കെ പോലുള്ളവന്മാരെ വെടിവെച്ച് കൊല്ലുന്ന നിയമം വരണം. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ പോലത്തെ നിയമം വരണം. അത് വരേണ്ടതാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് മറ്റേ ഗോവിന്ദച്ചാമീനെയും മറ്റച്ചാമീനെയും ജയിലിലിട്ട് അവനെയൊക്കെ ആയുഷ്കാലം വരെ തീറ്റിപ്പോറ്റി, നമ്മുടെ നികുതി പണം കൊടുത്ത് തീറ്റിപ്പോറ്റി എന്തിനാണ്? ഒറ്റ വെടി തീർക്കണം, ഒറ്റ വെടിക്ക് തീർക്കണം. ഇങ്ങനെ ഒരു 2-3 അങ്ങ് വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. കുറെ ആൾക്കാർ പറയും മനുഷ്യാവകാശ കമ്മീഷനും മറ്റേ തേങ്ങാ കമ്മീഷനും കുറെ മറ്റേ കമ്മീഷനുമായിട്ടൊക്കെ വരും. കല്ലി വല്യെന്ന് വിചാരിക്കണം. ഒന്നീ ജനങ്ങൾ അടിച്ചു കൊന്നു കളയണം, അല്ലെങ്കിൽ പോലീസുകാർ ഷൂട്ട് ഔട്ട് ചെയ്ത് ഇവനെയൊക്കെ കൊല്ലണം. ഒരെണ്ണം ഇങ്ങനത്തെ കേസിൽ പിടിക്കുന്ന ഒരു 10 ഒന്ന് കൊന്നു നോക്ക്. കൊല്ലാൻ വേണ്ടി പറയല്ല, ഇത്തരം കുട്ടികൾക്കെതിരെ കൃത്രിമം കാണിക്കുന്ന ഇവനെയൊക്കെ പോലുള്ളവന്മാരെ പോലീസ് അങ്ങ് കൊന്നുകളഞ്ഞേക്ക്. നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾ, പെൺകുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങളൊക്കെ നിൽക്കും. പക്ഷെ നമ്മുടെ നിയമം അവർക്ക് എന്താ കൊടുക്കുന്ന ചോദിക്കുന്നതാണ്. ഈ സമയത്ത് എന്തിനാ കുട്ടി അവിടെ പോയത് എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ കോടതി. നമ്മുടെ പരമോന്നത കോടതി നമ്മളോട് ചോദിക്കുന്നത് എന്തിനാണ് കുട്ടി അങ്ങോട്ട് പോയെന്നാ ചോദിക്കുന്നത്. ആ, അത് പോയിട്ട് ഗൾഫ് രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും നോക്കണം. അപ്പോഴും വെടിവെച്ച് കൊന്നോളെ, കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് വെടിവെച്ച് കൊന്നോളെ, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ തലവെട്ടിക്കൊല്ലും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരണം. ഒരു 10-15 അങ്ങനെ തീർക്കണം. അപ്പോഴേ ബാക്കിയുള്ള ഈ കുട്ടികൾക്കെതിരെ അക്രമം കാണിക്കുന്ന ഈ നായിന്റെ മക്കൾ ഒന്ന് ഒതുങ്ങത്തുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ഇനി അവനെ 10 കൊല ചെയ്താലും ഇനി കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നമല്ല. നമ്മൾ കണ്ടതാണല്ലോ ഒരു പാവപ്പെട്ട കുഞ്ഞിനെ കുറെ നായിന്റെ മക്കൾ ഒരു ക്ഷേത്രത്തിന്റെ അകത്തിട്ട് പീഡിപ്പിച്ചു കൊന്നത്. അവനൊക്കെ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുകയല്ലേ. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. ഒന്നും പറയാനില്ല മക്കളെ. എന്തായാലും ആ മനുഷ്യനൊരു ബിഗ് സല്യൂട്ട്. ഒന്നും പറയാനില്ല.